അടുക്കളയിലേക്ക് കേന്ദ്രത്തിന്റെ ഗ്യാസ് മിസൈൽ. പാചകവാത ഗാർഹിക സിലിണ്ടറിന് 60 രൂപ വർദ്ധിച്ചു. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനീകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന പാചകവാതക വില. ഗാർഹിക സിലിണ്ടറിന് 60 രൂപയാണ് കേന്ദ്ര സർക്കാർ കൂട്ടിയത്. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് അവസാനമായി വില 50 രൂപ വർദ്ധിപ്പിച്ചത്. ഇതോടെ കേരളത്തിൽ പുതിയ വില സിലിണ്ടറിന് 922 രൂപയായി. വാണിജ്യ സിലിണ്ടറിന്റെയും വില കൂട്ടിയിട്ടുണ്ട്. 115 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന് കൂട്ടിയത്. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. അതേസമയം പാചകവാതക ക്ഷാമമുണ്ടാകുമെന്ന ആശങ്കകൾ തെറ്റെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ജനകീയ സർക്കാർ ഒപ്പം നിന്നപ്പോൾ പതിറ്റാണ്ടുകളുടെ സ്വപ്നങ്ങളൊക്കെയും നാടിന് സ്വന്തമായി. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പെരുമ്പളം പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിച്ചു. വേമ്പനാട്ടുകായലിന് കുറുകെയുള്ള ഏറ്റവും നീളമേറിയ പാലമായ പെരുമ്പളം പാലം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തപ്പോൾ ഒരു ദ്വീപൊന്നാകെയാണ് കരതൊട്ടത്. 10,000-ലേറെ ജനങ്ങൾ അധിവസിക്കുന്ന പെരുമ്പളം ദ്വീപിനെ മറുകരയുമായി ബന്ധിപ്പിച്ച കിഫ്ബി അനുവദിച്ച 100 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച പെരുമ്പളം പാലം LDF സർക്കാരിന്റെ അഭിമാന പദ്ധതികളിൽ ഒന്നാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്നതിനിടെ അയൽ രാജ്യങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ക്ഷമ ചോദിച്ച ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാൻ ഇറാൻ ഉദ്ദേശമില്ലെന്നും പ്രാദേശികമായ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ അയൽ രാജ്യങ്ങൾക്കെതിരെയുള്ള മിസൈൽ ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ നേതൃത്വ കൗൺസിൽ തീരുമാനിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇറാന് നേരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാനുള്ള അവകാശം നിലനിർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിച്ചു നൽകിയ ടൗൺഷിപ്പ് സന്ദർശിച്ച നടൻ മമ്മൂട്ടി. 1-ാം സോണിൽ മുഖ്യമന്ത്രി കയറിയ 26-ാം നമ്പർ വീട്ടിൽ മമ്മൂട്ടി എത്തി. കേരളത്തിന്റെ സാമൂഹിക മൂലധനമാണ് ഈ കാണുന്നതെന്നും ജനങ്ങളുടെ മനസ്സാണ് ഈ ടൗൺഷിപ്പ് എന്നും മമ്മൂട്ടി പറഞ്ഞു. അനുതാപവും സഹതാപവുമാണ് കേരളത്തിന്റെ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് മമ്മൂട്ടി കൂട്ടിച്ചേർത്തു. തമിഴ്നാടനും രാഷ്ട്രീയ നേതാവുമായ വിജയുമായുള്ള വിവാഹമോചന നടപടികൾക്കിടയിൽ കോടതിയിൽ പുതിയ ഹർജിയുമായി ഭാര്യ സംഗീത സ്വർണലിംഗം. സംരക്ഷണം ഉറപ്പാക്കണമെന്നും സാമ്പത്തിക സഹായം വേണമെന്നുമാണ് സംഗീതയുടെ ആവശ്യം. ബ്രിട്ടീഷ് പൗരത്വമുള്ള തനിക്ക് ഇന്ത്യയിൽ സ്വന്തമായി വീടില്ലെന്നും അതിനാൽ നിലവിൽ താമസിക്കുന്ന വീട്ടിൽ തുടരാൻ അനുവദിക്കണമെന്നും അല്ലെങ്കിൽ പകരം താമസ സൗകര്യം ഒരുക്കി നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഇറാൻ-ഇസ്രായേൽ US സംഘർഷത്തിനിടെ കൊച്ചി തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ഇറാനിയൻ പടക്കപ്പൽ IRIS ലവാന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചതിന് മാധ്യമപ്രവർത്തകർ അറസ്റ്റിൽ. റിപ്പബ്ലിക് TV റിപ്പോർട്ടർ CG ശങ്കർ, ക്യാമറാമാൻ S മണി, ബോട്ടിന്റെ ഡ്രൈവർ P വിജയകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമായതിനാൽ കേരള തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകളുടെ ചിത്രങ്ങൾ എടുക്കരുതെന്ന് എറണാകുളം DCP അറിയിച്ചു. ആലപ്പുഴ എരമല്ലൂരിൽ നിയന്ത്രണം വിട്ട KSRTC ബസ് ലോറിയിലിടിച്ച് അപകടം. തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് നിർത്തിയിട്ട ലോറിയിൽ ഇടിച്ചത്. ബസ്സിൽ 40 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 23 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 5 പേർക്ക് സാരമായ പരിക്കുണ്ട്. ഇവർ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. സാധാരണ നിലയിൽ നിന്ന് 10 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നു മുതൽ മാർച്ച് 10 വരെയാണ് ഈ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വെള്ളിയാഴ്ച ഹിമാചൽ പ്രദേശിലെ പല പ്രദേശങ്ങളിലെയും താപനില 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ അതിജീവത സുപ്രീം കോടതിയെ സമീപിച്ചു. രാഹുലിന് ഹൈക്കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം നിയമവിരുദ്ധമാണെന്നും അത് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് അതിജീവത ഹർജി നൽകിയത്. രാഹുൽ ഒരു സൈക്കോപാത്താണെന്നും ഇയാൾ പുറത്തിറങ്ങുന്നത് തന്റെ ജീവന് ഭീഷണിയാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇറാൻ യുദ്ധത്തിനിടെ പെട്രോൾ ഡീസൽ വിലയിൽ വമ്പൻ വർധനയുമായി പാകിസ്ഥാൻ. പെട്രോളിനും ഹൈസ്പീഡ് ഡീസലിനും ലിറ്ററിന് 55 പാകിസ്ഥാനി രൂപയാണ് കൂട്ടിയത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വർധനയാണിത്. ലോകത്തിന്റെ 20% ക്രൂഡ് ഓയിൽ വ്യാപാരം നടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെയാണ് വില വർധന.
ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.